ആ വർഷം ജയറാമിന്റെ ആദ്യം റിലീസായ സിനിമ കിലുകിൽ പമ്പൻ. തുളസിദാസ് എന്ന ഹിറ്റ് ഡയറക്ടർ ജയറാമിനെ വെച്ച് മിന്നാമിനിങ്ങിന് മിന്നിങ്ങിട്ടും ഒക്കെ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു ശരിക്കും അത് കിലുകിൽ പമ്പരം. കാരണം ഒരു ചെറിയൊരു 2 വരി 3 വരിയിലൊക്കെ നമുക്ക് അതിന്റെ കഥയൊക്കെ പറയാം. പക്ഷെ നല്ല രസമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശശിധരൻ ആറാട്ട് വഴി എന്ന ആ 90s ഒരുപാട് ഹിറ്റുകൾ രാജസ്ഥാനിന്റെ തുളസിദാസിന്റെ ഒക്കെ വിജി തമ്പിയുടെ ഒക്കെ സിനിമകളിൽ ഹിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ജയറാം സിനിമ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ജയറാമിന്റെ ഒപ്പം ആ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാറും ശരിക്ക് പൂണ്ടുവിളയിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട് ആ ഒരു സിനിമയിൽ. അത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ആ ഒരു ബഡ്ജറ്റിൽ, അന്നത്തെ ഒരു ജയറാമിന്റെ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സിനിമ അന്ന് ചെയ്തിട്ടുണ്ട്. അത് ഓവർ ബഡ്ജറ്റ് എന്നല്ല, പക്ഷെ വേറെ ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതിൽ വാണി വിശ്വനാഥാണ് നായികയായിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ നായിക പ്രാധാന്യമല്ല, കാവേരി എന്ന നായികയ്ക്കാണ് കൂടുതൽ അതിൽ പ്രാധാന്യമുള്ളത്. മധുബാല നല്ല റോളുണ്ട്. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ടി വിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് സ്ഥിരമായിട്ട് അതിന്റെ സീറ്റ്സ് ഒക്കെ കാണുന്നതാണ് ഇവർ രണ്ടുപേരും കൂടിയുള്ള കോമ്പിനേഷൻ. പ്രത്യേകിച്ച് അതിലൊരു പ്രേതമായിട്ട് ഇന്ദ്രൻസ് വരണതും ഒക്കെ. ആ ഒരു സിനിമ കിലുകിൽ പമ്പരവും അതുപോലെ മമ്മൂട്ടിയുടെ ഗോഡ്മാൻ ആണ് തോന്നുന്നു. ഈ 2 സിനിമയും ഏകദേശം ഒരേ സമയത്താണ് ഇറങ്ങിയത്. രണ്ടും ഗോഡ്മാനും വിജയമായിരുന്നു. പക്ഷെ അന്ന് കിലുകിൽ പമ്പരമാണ് കൂടുതൽ അന്ന് വിജയിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം കിലുകിൽ പമ്പരത്തിന് ടിക്കറ്റ് കിട്ടാതെ ഗോഡ്മാന് പോവുക, അങ്ങനെയൊക്കെ ആ പലവരും അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗോഡ്മാൻ കണ്ടത് കിലുകിൽ പമ്പരത്തിന് ടിക്കറ്റ് കിട്ടാതെയാണ് പോയതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും കിലുകിൽ പമ്പരം ജയറാമിന്റെ ആ വർഷത്തെ ആദ്യത്തെ ഒരു ഹിറ്റ് തന്നെയാണ്.